അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് ഒക്കെ കൊണ്ടാടുന്നത് പാപമെന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ക്രിസ്തുമസ് കൊണ്ടാടുന്നത് എന്തുകൊണ്ടാണ് പാപം? മനുഷ്യർക്ക് എല്ലാവർക്കും ജന്മദിവസമുണ്ട്. നമ്മുടെ ദൈവത്തിന് എന്തില്ല? ജന്മദിനമേ ഇല്ല. നോ ബർത്ത്ഡേ ഫോർ ഹിം. അവനൊരു ജന്മദിനമേ ഇല്ല. ഞങ്ങൾ ജമ്മുവിൽ ഞങ്ങൾ താമസിക്കുന്നത് ഹിന്ദുക്കളുടെ വാടക വീട്ടിലാണ്. അവിടെ വർമ്മ എന്ന് പറയുന്ന ആൾ, ആ വീട്ടുടമസ്ഥൻ വന്ന് ചോദിച്ചു, ഞങ്ങൾ 10-16 വർഷം അവിടെ താമസിച്ച ചോദിക്കും, നിങ്ങളെന്താ ക്രിസ്മസിന് ഞങ്ങൾക്ക് കേക്കൊക്കെ തരാത്തത്? അപ്പോൾ അവരുടെ ബർത്ത്ഡേ മറ്റോരോന്നൊക്കെ ഓരോ രാമനവമിയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് യേശു ക്രിസ്തു ജന്മദിനമില്ല. ഇല്ല, ക്രിസ്ത്യൻസ് എല്ലാം കൂടെ അന്ന് ഡിസംബർ 25 കേക്കൊക്കെ കൊടുക്കുന്നല്ലോ ക്രിസ്മസ്. അത് പറഞ്ഞു, അത് വേറെ ഒരു ക്രിസ്തു. ഞങ്ങളുടെ ദൈവം യേശു ക്രിസ്തുവിനൊരു ജന്മദിനമെന്ന് പറയുന്നതൊന്നേ ഇല്ല. അവൻ ആദിയും അന്തവും, അവനാണ് സകലത്തിൻ്റെയും ആരംഭം. അതുകൊണ്ട് അവനൊരു ജന്മദിനമില്ല. അതുകൊണ്ട് ആ വർമ്മ മറ്റുള്ളവർ പറയുന്നത്, ഇവരുടെ ദൈവവും ഈ ക്രിസ്ത്യൻസിൻ്റെ ദൈവം രണ്ടും രണ്ടാണ്. അവരുടെ ദൈവത്തിന് ജന്മദിനമുണ്ട്, ഈസ്റ്റർ എല്ലാ വർഷവും ജനിക്കുന്നുണ്ട്, ജന്മദിനമുണ്ട്. ഇവരുടെ ദൈവം ദൈവാദി ദൈവം. അവർ പറയുന്നത് ഇവരുടെ ദൈവത്തിനൊരു ജന്മദിനം ഇല്ല എന്ന് ഹിന്ദുക്കൾ ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. കാരണം എന്താണ്? നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ക്രിസ്തുമസ് കൊണ്ടാടും. എന്നാൽ വാസ്തവത്തിൽ നോക്കിയാൽ ക്രിസ്മസ് തന്നെ ഡിസംബർ 25 അത് സൂര്യൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസമാണ്. അത് റോമാക്കാർ വന്നപ്പോൾ റോമൻ ബാബിലോൺ മതത്തിൽ നിന്ന് കയറിയതാണ്. അങ്ങനെയാണ്. ഏപ്രിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഏപ്രിലായിരിക്കും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതെന്ന്. കാരണം അന്ന് ഇടയന്മാരെല്ലാം ആടുകളെ വെളിയിൽ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആടുകളെ വെളിയിൽ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ആ രാജ്യങ്ങളിൽ തണുപ്പ് കാലത്ത്, നിങ്ങൾ വടക്കേണ്ടിയിൽ വന്നാലും നിങ്ങൾക്കറിയാം, തണുപ്പ് രാജ്യങ്ങളിൽ ആടുകളെ വെളിയിലല്ല ഭൂമിക്കുള്ളിൽ ഉള്ളതായ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലങ്ങളിലാണ് ആടുകളെയൊക്കെ അവർ പോറ്റാറുള്ളത്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് അങ്ങനെയുള്ളൊരു തണുപ്പ് കാലത്തല്ല കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. അതുകൂടാതെ ഏതെങ്കിലും ഒരു രാജാവ് അവരുടെ ജനങ്ങളെയെല്ലാം കൂടെ നിങ്ങളുടെ പേര് ചാർത്തണം എന്ന് പറഞ്ഞ് അവരെ പട്ടണത്തിലേക്ക് വിളിക്കുമ്പോൾ തണുപ്പ് കാലത്ത് വിളിക്കുകയില്ല. കാരണം തണുപ്പ് കാലത്ത് അവർക്ക് വളരെ പ്രയാസമാകും. അതുകൊണ്ട് നാം അങ്ങനെയുള്ളതായ വഴികളിൽ പോയി കുടുങ്ങാതെ ആദിവന്തവുമായ കർത്താവിനെ നമ്മൾ പിൻപറ്റുമ്പോൾ അവൻ നിത്യപിതാവായിരിക്കാൽ അവൻ്റെ ജനനത്തീയതി തേടി നമ്മൾ ഓടിപ്പോയി എല്ലാ ക്രിസ്തുമസിനും അവൻ ജനിക്കുകയും എല്ലാ ഈസ്റ്ററിനും മരിക്കുകയും അല്ല, അവൻ്റെ പേര് കൊണ്ടാടുമ്പോൾ നാം ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ നമ്മുടെ അടുത്തുള്ള മുസ്ലിമും പറയുന്ന മുഹമ്മദിൻ്റെ ജന്മദിനം ഈദ് വരുന്നുണ്ട്, അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അപ്പം നിങ്ങളുടെ യേശുവും ഞങ്ങളുടെ മുഹമ്മദ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ കൃഷ്ണനും നിങ്ങളുടെ യേശുവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ നിങ്ങൾ അവിടെ മുൻപാകെ ഞങ്ങളുടെ ദൈവത്തിനൊരു ജന്മദിനമൊന്നുമില്ല, അവൻ അനാദി ദൈവമാണ് എന്ന് നിങ്ങൾ സാക്ഷ്യമായി നിൽക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർക്ക് മനസ്സിലാകും ഇവർ പിൻപറ്റുന്ന ദൈവം സാധാരണ ദൈവമല്ല എന്നുള്ളത്. കാരണം ക്രമേണയാണ്. വേദപുസ്തകത്തിലെങ്ങും ക്രിസ്മസിനെ കുറിച്ച് കൊണ്ടാടുന്നു പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിലുള്ള AD 326 വരെ 326 വരെ ഒരു സഭയിലും ജന്മദിനം കൊണ്ടാടിയില്ല. റോമാ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ വന്നതിൻ്റെ ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഹോളി തിങ് എന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധ പ്രജ, അവനിൽ അല്പം പോലും പാപമില്ലായിരുന്നു.